ഹലോ ഗൈസ്, ഇത് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എല്ലാവരും കൂടി ഒരു ഫോട്ടോഷൂട്ടിന് പോകാനുള്ള അംഗത്തിലാണ്. എല്ലാ വണ്ടികളും അതിന് വേണ്ട സംഭവ സാമഗ്രികളൊക്കെ സെറ്റാക്കി വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. കൂടെ ഞങ്ങളും കയറിയേ. വണ്ടി നിറച്ചുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എവിടെ പോയാലും കുട്ടികൾക്കൊന്നും ഒരു കുറവ് പാടില്ലല്ലോ. അതുകൊണ്ട് കുട്ടികളെല്ലാവരും കൂട്ടിയിട്ടാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കും ഏതോ ദൂര സ്ഥലത്താണ്. അല്ല കേട്ടോ, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ്. കാക്കവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയ സമയത്തേക്ക്. ഈ മക്കളെയൊക്കെ എടുത്ത് പിടിച്ച് കൊണ്ടുവരണമെങ്കിൽ സമയം എടുക്കുമല്ലോ. നമ്മൾ ആദൂട്ടിനാണെങ്കിൽ ഒരു ബലൂണും കൊണ്ടുള്ള അംഗത്തിലാണ്. അതിൻ്റെ ഇടയിൽ കശി കളിച്ച് ലാസ്റ്റ് ഒരു വീഴ്ചയും വീണിട്ടുണ്ട് കേട്ടോ. ഈ വീഴ്ചയൊന്നും ഞങ്ങൾക്കൊരു പുത്തരിയല്ല എന്നുള്ള മട്ടിൽ പിന്നെയും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തുമ്പിമോളെ ഫോട്ടോയ്ക്ക് വേണ്ടി ഇരുത്തുകയൊക്കെ ചെയ്തു കേട്ടോ. ഒരു 100 ടേക്ക് എടുത്താലും ഒരു ഫോട്ടോ കിട്ടുള്ളൂ എന്നുള്ളത് ശരിയാട്ടോ. സമ്മതിക്കണം അല്ലേ ഈ ഫോട്ടോ എടുക്കുന്നവരെയൊക്കെ. കാരണം എത്ര ക്ഷമയോട് കൂടിയിട്ടാണ് ഈ പിള്ളേരെയൊക്കെ ഇരുത്തണ്ടേ. ഞാൻ പിന്നെ എൻ്റെ ക്ഷമ നശിച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ വന്നിരുന്നു കേട്ടോ. ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി നമ്മൾ ഡാൻസ്, പാട്ട് എല്ലാം കഴിക്കേണ്ടി വരും കേട്ടോ. ലാസ്റ്റ് പാക്കപ്പ് ഈ ഐറ്റംസ് ഒക്കെ തിരിച്ച് വണ്ടിയിലോട്ട് കയറ്റി ഇനി വേറെ മോഡലാക്കാന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടനാണെങ്കിൽ വണ്ടീന്റെ പുറകിൽ കമ്മന്ന് കിടക്ക് വരെ ചെയ്തു കേട്ടോ. എന്തൊക്കെ കഷ്ടപ്പാടല്ലേ. നല്ലൊരു ഫോട്ടോയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാടൊന്നും അല്ല നമുക്ക് തോന്നുമല്ലോ. പിന്നെ ലാസ്റ്റ് കുട്ടൻ്റെ അംഗം കഴിഞ്ഞപ്പോൾ ഞാൻ പോയേ. അപ്പത്തേന് ആദുമോനും വന്നു കേട്ടോ. അങ്ങനെ ആദുമോനെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടോ. അവൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവൻ്റെ വണ്ടിയാണല്ലോ, ഇനി ഇവളെങ്ങാനും എടുത്തിട്ട് പോകുമോ എന്നുള്ള മട്ടിൽ കശിക്ക് ആ ഏരിയയിൽ നിന്ന് വിട്ടുപോകാൻ തോന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഓരോ വശത്തുനിന്ന് ഡാൻസും കൈകൊട്ടലും കളിപ്പിക്കലൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കലൊക്കെ നടന്നെങ്കിലും എൻ്റെ ആദൂട്ടിൻ്റെ മുഖം അത്ര തെളിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം വണ്ടി അവളുടെ കസ്റ്റഡിയിലല്ലേ ഇപ്പം. പിന്നെ വേറെ രക്ഷയില്ലല്ലോ. ലാസ്റ്റ് അവളെ ഇറക്കിയിട്ട് അവൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു കേട്ടോ. അവൾ അതിന് കരച്ചിലായി. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, എന്തൊക്കെ അവസ്ഥകളാന്ന് കണ്ടറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ലാസ്റ്റ് പിന്നെ അമ്മയും മകളും തമ്മിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വന്നിട്ട് വണ്ടികളൊക്കെ ഏകദേശം എല്ലാം ഉള്ളിലോട്ട് എടുത്ത് കയറ്റി വെച്ചു കേട്ടോ. നോക്കുമ്പോൾ വണ്ടി വെച്ചത് തിരിഞ്ഞുപോയി. പിന്നെ അപ്പു വന്ന് അത് നേരെ തിരിച്ചു വെച്ചു കേട്ടോ. ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഈ ഐറ്റംസ് ഒക്കെ കയറ്റലും ഇറക്കലും കാണുന്ന പോലെയല്ല കേട്ടോ. വണ്ടികൾക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പാക്കപ്പായി കേട്ടോ. അതിലും മെനക്കെട്ട് പോകുമല്ലേ ആളാവിധം എല്ലാവരും ടാറ്റയും ബൈബയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിള്ളേരുടെ ഫോട്ടോയും എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ല കേട്ടോ. അവരുടെ മൂഡ് അത്ര നല്ല ശരിയല്ലായിരുന്നേ. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ അടുത്തുനിന്ന് അവിടെ മിൽമേന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. മാംഗോ ബാറിൻ്റെ ആളാട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. കിട്ടിയ ഫോട്ടോസൊക്കെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ടാറ്റ ബൈ, ടേക്ക് കെയർ.